തലസ്ഥാനത്തെ കോളറ വ്യാപനം 4 പേരുടെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. കോളറ സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകര കാരുണ്യ ഹോസ്റ്റലിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ രാവിലെ പരിശോധന നടത്തി. അതേസമയം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലടക്കം പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. നെയ്യാറ്റിൻകര കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി സ്കൂളിലെ കോളറ വ്യാപനത്തെ തുടർന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. പരിശോധനാ ഫലം വരുന്നതിനു പിന്നാലെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇന്ന് ഹോസ്റ്റലിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. ഹോസ്റ്റലിലെ ഒരു കുട്ടി തിരുവനന്തപുരം SAT ആശുപത്രിയിലും 11 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേർ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിലുമാണ് നിലവിലുള്ളത്. അതേസമയം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളിൽ പാളിച്ച സംഭവിച്ചുവെന്ന വിലയിരുത്തലിൽ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി പരിധിയിലും സമീപ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കാനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.